കുറച്ച് ദിവസം കിച്ചണിൽ കയറിയില്ലെങ്കിൽ എല്ലാ ഓർഡറും തെറ്റും. നമ്മളില്ലെങ്കിൽ എല്ലാം തോന്നിയ പോലെ ആണല്ലോ. എന്താ അമ്മ അമ്മ എന്തിനാ ഇവിടെ കിടന്ന് പൊറുകൂർക്കണേ? ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ. എന്തെന്ന്? അതാരോടും പറയാൻ പറ്റില്ല ഇപ്പൊ. ആ അമ്മ തുടങ്ങിയല്ലോ. ലജു, നീ നിന്റെ കാര്യം നോക്കി പോയേ. ചെല്ലേ. അമ്മ ആനവട്ട പൊരിക്കാൻ പോണു. ആനയ്ക്ക് മുട്ടയുണ്ടാ? നീലമ്മ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പോവാണോ? ആണെങ്കിൽ എന്നാ എനിക്കിവിടെ പറഞ്ഞു തരുമോ? അയ്യോ, ഇവിടെ കുക്കിംഗ് ഗുരു കുടിക്കണ്ടല്ലോ കൊച്ചിന്റെ. അങ്ങോട്ട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. ആര് ലച്ചൂസാ? ഓ, ലച്ചു തന്നെ. അപ്പൊ നീലമ്മ എനിക്ക് പാചകമൊന്നും പഠിപ്പിച്ചെടുത്തില്ലേ? ചേച്ചി പാവല്ലേ, പഠിപ്പിച്ചോടമ്മ. എന്നാ നീ പഠിപ്പിച്ചു കൊടുക്ക്. നീലമ്മ ദേഷ്യത്തിലാണോ? കൊച്ചിന്റെ അമ്മയ്ക്കും അച്ഛനും മാത്രമേ ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ. എനിക്കെന്നാ ദേഷ്യപ്പെടാൻ പറ്റില്ലേ? ഇല്ല, നീലമ്മയ്ക്ക് ദേഷ്യം തീരത്തില്ല. നീലമ്മ പാവ. കൂടുതൽ അങ്ങോട്ട് സോപ്പിടാൻ നോക്കല്ലേ. ഞാൻ അത്ര പാവമൊന്നുമില്ല, ഞാൻ നല്ല ദേഷ്യപ്പെടാറുണ്ട്. ആ ദിയമോളുടെ മുഖം കറുത്തല്ലോ. ആ, എന്തെങ്കിലും പറഞ്ഞ ഉടനെ മുഖം അങ്ങ് കറക്കും. അതത്ര നല്ല സ്വഭാവമൊന്നും അല്ല. ചേച്ചി ഇപ്പൊ കരയും. കരയണമെങ്കിൽ റൂമിൽ പോയി ഇരുന്ന് കരയണം, ഇവിടെ നിന്ന് കരയണ്ട. നീ എന്തിനാ പിള്ളേരായിട്ട് വരേണ്ടത്? നിനക്ക് എന്തിനാ കുഴപ്പം? ഇത്രയും ദിവസം പടവലത്തെ അപ്പൂപ്പന്റെ അമ്മൂപ്പനും ചെല്ലപ്പിള്ളായിട്ട് നിൽക്കുമായിരുന്നല്ലോ. അപ്പൊ ഇവിടെ വന്നപ്പോ ആരും പിടിക്കുന്നില്ല. ലച്ചുവേ, കുഴിപ്പള്ളത്ത് പോകണോ നിനക്ക്? ആ ഇനിയിപ്പോ ലച്ചുവിന്റെ മണ്ടയ്ക്ക് കയറിക്കോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഉടനെ എന്റെ വായടിപ്പിക്കാൻ വേണ്ടി അപ്പൊ പറയും ലച്ചു കുഴിപ്പള്ളത്ത് പോണോന്ന്. കുഴിപ്പള്ളത്ത് പോകുമ്പോ അറിയാം. എന്തറിയാൻ? അതറിയുമ്പോ അമ്മയ്ക്ക് മനസ്സിലായിക്കോളും. ഓ ആ അച്ഛാ, നീ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കുഴിപ്പള്ളത്ത് പോട്ടാ. കുഴിപ്പള്ളത്ത് പോയി കഴിഞ്ഞാ പിന്നെ ഞാൻ ലച്ചു തിരിച്ചിങ്ങോട്ട് വരില്ല. പോയിട്ട് വേണ്ട തിരിച്ചു വരാൻ. കൊച്ചാ നീ മേടിക്കൂട്ടാ. മാർച്ച കൊടുക്കട്ടാടി. അച്ഛാ 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 അച്ഛാ, നമ്മൾ നേരത്തെ പുറത്ത് സംസാരിച്ചോടുന്ന കാര്യം അമ്മയ്ക്ക് അറിയണം. അതിനുള്ള പോരെ ഈ കാണിക്കുന്നത്. ഓ അതുകൊണ്ടാ. ഇതെന്തോന്നും ഇത് കാണിച്ചേ? എന്നെയല്ലേ പിടിച്ചത്, ഞാൻ ഒന്നും ചെയ്താ. എനിക്ക് എന്തെങ്കിലും പറ്റിയാ? പറ്റിയാ? ഇല്ല, സാരമില്ല നീലമ്മ. ഈ നീലമ്മയ്ക്ക് എന്തൊരു ശക്തിയാ. ഇപ്പൊ മനസ്സിലായ ആ മാടൻ കൈ കൊണ്ടാണ് നമ്മളൊക്കെ തല്ലണത്. ലച്ചുവേ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ടേ പോവുള്ളൂട്ടാ. അതിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും അമ്മ എനിക്ക് തരുമല്ലോ. ലച്ചു, ഈ കൊച്ചിനെ വിളിച്ചിട്ട് പോയേ. കുഴപ്പമൊന്നുമില്ലല്ലോ? കൊഴപ്പൊന്നുമില്ല, നട്ടല് കൂട്ടി കാണും. എന്റെ കൊച്ചേ, എങ്ങനെയും നീ കെട്ടിയെ വിളിച്ചോണ്ട് പോ. ഇവിടെ ആഴ്ചയിൽ 8 കൂട്ടം അടിയിൽ നടക്കും. അപ്പം ഒരു ദിവസം ഒരടിക്ക് മേളുണ്ടാവും. ആ ഉണ്ടാവും. ഇപ്പൊ കുറവാ, നേരത്തെ സൂപ്പർ അടിയായിരുന്നു. പോവാ ലച്ചൂസേ. ബാബുവാ അതാ നല്ലത്. കഷ്ടമായിപ്പോയത്. ആ കൊച്ചങ്ങനെ ഇനി വിഷുവിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമോ എന്തോ? ഏയ്, ആ കൊച്ചൊന്നും പറയില്ല, പക്ഷെ ഞാൻ പറയും. ബാലു പറ, ശരിക്കും എന്താ പ്രശ്നം? ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എന്തിനാ എൻ്റെ അടുത്ത് നിന്ന് മറക്കണേ? എടി, അത് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേ ഒരു കാറ് വന്ന് തട്ടാൻ നോക്കി. തട്ടാൻ നോക്കിയല്ല, 100% എന്നെ തട്ടാൻ തന്നെ നോക്കിയത്. അയ്യോ, ആ ഉള്ളതാണോ ഈ പറയണേ? അതേ വെറുതെ പറയൂ. ആരെന്ന് അറിയൂടാ, പക്ഷെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്നാലും ഞാനേ ആ ഹേമവതിയായിട്ടെ ഒരുപാട് വാക്കുകൾക്കൊക്കെ ഉണ്ടായി. അവളെന്നെ ഭീഷണിപ്പെടുത്തിയാണ് പോയത്. കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് എന്നെ വണ്ടി ഇടിക്കാൻ നോക്കുകയും ചെയ്തു. പിന്നെ ഇന്നലെ ആയപ്പോൾ തിരിച്ചിങ്ങനെ കുറേ സീറ്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടൊന്ന് ഇവിടെ ഏകദേശമൊക്കെ മയക്കാൻ നോക്കി. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് നോക്കിയപ്പോൾ ഇത് പ്ലാൻ ചെയ്തല്ലേ എന്നൊരു സംശയം. അല്ല, ഒരു സംശയമാണ്. ഞാൻ ഹൈമവതി, വല്യവീട്ടിൽ ഹൈമവതി. ഞാൻ നീലിമ, പടവലം വീട്ടുപേര്. ഇവിടെ ഇല്ലായിരുന്നല്ലേ? ഇവിടെ ഇല്ലായിരുന്നു, പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയണ്ടായിരുന്നു. നല്ല കാര്യം. എൻ്റെ മോള് ചെയ്തത് പരിപൂർണ അബദ്ധമാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എൻ്റെ മോൻ അങ്ങനെ അബദ്ധമൊന്നും കാണിക്കാറില്ല, കാരണം അവൻ പൊട്ടനല്ല. അത് മനസ്സിലായി, നല്ല ബുദ്ധിയുള്ള പയ്യനാണെന്ന്. അതെ, ബുദ്ധിയുള്ളവനാണ്, പക്ഷെ അവൻ ചതിയനല്ല. ആർക്കും വാക്കൊടുത്തിട്ട് അവൻ ചതിച്ചൊന്നുമില്ലല്ലോ. അങ്ങനെ എൻ്റെ വീട്ടുകാരും ചതിച്ചിട്ട് മുങ്ങാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. ആത്മവിശ്വാസമൊക്കെ ആവാം, പക്ഷേ അത് അഹങ്കാരമാവരുത്. ഞങ്ങൾ കുടുംബക്കാർ കുറച്ച് അഹങ്കാരമുള്ളവരാ. ഞങ്ങൾ കുറച്ച് വിവേകമുള്ളവരാ. ഹൈമ, നമ്മൾ നേരത്തെ ഇതൊക്കെ സംസാരിച്ച് തീർന്നതല്ലേ, എന്തിനാ ഒന്നേന്ന് തുടങ്ങുന്നത്? അവരാദ്യമായിട്ട് കാണുകയല്ലേ, അവർ സംസാരിക്കട്ടെ മിസ്റ്റർ രാംകുമാർ. സംസാരം ശരിയല്ല, വരക്കാവും. നിങ്ങൾ വന്നു എന്ന് മോള് വിളിച്ചു പറഞ്ഞു, അപ്പൊ ഒന്ന് കാണാൻ വേണ്ടി വന്നേ ഉള്ളൂ. വിരോധമൊന്നുമില്ലല്ലോ? അയ്യോ, എന്ത് വിരോധം?
ഒരു വിരോധവും ഇല്ല. ശത്രുക്കളോട് പോലും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പിന്നെ അപ്പപ്പുള്ള കാര്യങ്ങൾ അപ്പപ്പ പ്രതികരിക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, എല്ലാത്തിനും പ്രതികരണം കുറച്ച് കഴിഞ്ഞായിരിക്കും. പക്ഷെ വിരോധം വന്നാൽ പ്രതികരിക്കാനും മടിക്കില്ല. അത് മനസ്സിലായി. ചിലത് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബാക്കി. മമ്മി, നീലമ്മയ്ക്ക് ഇടയ്ക്കൊന്ന് വയ്യാണ്ടായി. അപ്പൊ കുടുംബത്ത് പോയേക്കുമായിരുന്നു റെസ്റ്റ് എടുക്കാൻ. ഓ, എന്നിട്ട് വയ്യായ്മയ്ക്ക് മാറിയോ? ഇല്ല, ഇപ്പോൾ ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെ ആയി. എന്തായാലും എന്നെ കാണാൻ വന്നല്ലോ, സന്തോഷം. കണ്ടതിൽ എനിക്കും സന്തോഷം. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. ആന്റി, ഇന്നെങ്കിലും സമാധാനത്തോടെ ഇരിക്ക്. നമുക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. വേണ്ട, അവർ വീട്ടിൽ നിന്ന് കുടിച്ചാണോ അല്ലെങ്കിൽ വഴിയിൽ നിന്ന് കുടിച്ചാണോ അല്ലേ മിസ്റ്റർ രാഘുമാർ? യു ആർ കറക്റ്റ്, റൈറ്റ്. മമ്മീന്റെ റൂം കണ്ടിട്ടില്ലല്ലോ, ബാ കാണിച്ചിരാ. അതൊക്കെ പിന്നെ കാണാം. ഞാൻ പറഞ്ഞില്ലേ, ഇവരൊന്ന് കാണാൻ വന്നതാ. കണ്ട് സന്തോഷമായില്ലേ അല്ലേ മിസ്റ്റർ രാഘുമാർ? യെസ് മിസ്റ്റർ ബാലു. എന്നാ ഞങ്ങൾ ഇറങ്ങാം. അയ്യോ, ഇത്ര പെട്ടെന്ന് പോവാണോ? പിന്നെ ഇവിടെ എന്ത് ചെയ്യാന്? അല്ല, മിസ്സസ് എന്താ പേര് പറഞ്ഞേ? നീലിമ ബാലേന്ദ്രൻ തമ്പി. ഇവിടെ മകൻ്റെ ജോലി കാര്യത്തിലോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മടിക്കാതെ ഞങ്ങൾ അറിയിക്കണം. എന്ത് സഹായം ഞങ്ങൾ ചെയ്തിരിക്കും. എന്ത് ചെയ്യാനാ, ബന്ധുക്കളായി പോയില്ലേ. ആ, ഞങ്ങൾ എന്തായാലും ആരുടെ മുമ്പിൽ കൈനീട്ടാറൊന്നുമില്ല. എന്തായാലും സാമ്പത്തികം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ അത്രയും മോശപ്പെട്ട നിലയിലൊന്നും അല്ല ജീവിക്കുന്നത്. പിന്നെ സാമ്പത്തികമായിട്ടോ മറ്റാവശ്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം. എന്ത് ചെയ്യാം, ബന്ധുക്കളായി പോയില്ലേ. എന്ത് ചെയ്യാം, എല്ലാം കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയി പോയില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോട്ടെ. അതന്നെ, പോകുന്ന ആരെ പോട്ടെ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. നമസ്കാരം. നമസ്കാരം. ശരി എന്നാ, എല്ലാവരും കാണാം. അല്ല മിസ്റ്റർ ബാലു, നിങ്ങൾ വാഹനമൊന്നും ഉപയോഗിക്കാറില്ലേ? ഇല്ല. അല്ല, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. മോള് 2-3 കാറൊക്കെ ഉപയോഗിച്ചിരുന്ന സാരമില്ല. അതല്ല, നടന്നും ബസ്സിലും ഓട്ടോയിലും ഒക്കെ യാത്ര ചെയ്യുന്ന ജീവിതം എന്താണെന്ന് പഠിക്കട്ടെ അല്ലേ അല്ലേ മോളെ? എന്നാ ശരി നീലിമ, ഞങ്ങൾ ഇറങ്ങാം. എന്നാ ശരി. മിസ്സിസ് പേര്? ഹൈമ മതി. ആ, ഹൈമതി. അപ്പം ശരി. ഓക്കെ. ശരി എന്നാ, സീ യു ഓൾ. ബൈ മോളെ. ഓക്കെ, ശരി. ഹലോ, ആരെ? നീലു, നീലു, എന്ത് എന്ത് വരും? നീലു, എന്ത് പറ്റി?